അടുത്ത സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. വീണ്ടും ബസ് കിട്ടി. അടുത്ത സ്പോട്ടിൽ ഇറങ്ങി നമ്മൾ നേരെ ജബാലിയിലേക്കാണ് പോകുന്നത്. ജബാലി എന്ന് പറയുന്നത് ഹനുമാൻ്റെ ക്ഷേത്രമാണ്. ഇതാണ് നമ്മുടെ അടുത്ത സ്പോട്ട്, അതായത് 5ാമത്തെ സ്പോട്ട്. ഇനി ഒരു സ്പോട്ടും കൂടെ ഉണ്ട് മെയിനായിട്ട് പോകാനായിട്ട്. അപ്പോൾ ബസ്സുകൾ ഇങ്ങനെ ഇടവിട്ട് ഉള്ളതുകൊണ്ട് എളുപ്പമുണ്ട്. ആൾക്കാരിങ്ങനെ ഇറങ്ങി കയറി നിൽക്കുന്നുണ്ട്. പിന്നെ അത്യാവശ്യം മലയൊക്കെ നല്ല രീതിയിൽ വെട്ടി ഇവർ നന്നായിട്ട് പുതിയ റോഡ് ചെയ്യുന്നുണ്ട്. കാരണം മെയിൻ സിറ്റിക്കകത്ത്, അതായത് മെയിൻ തിരുമല സിറ്റിക്കകത്ത് 2 വരി പാത, രണ്ടല്ല 4 വരി പാതയാണ്. ഇവിടെ 2 വരി പാതയാണ്. അപ്പോൾ ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള വഴികളെല്ലാം അവർ നോക്കുന്നുണ്ട്. സോ അവിടെയാണ് റോഡ് എക്സ്റ്റൻഷൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതും കൂടെ ആയിക്കഴിഞ്ഞാൽ ഇവിടെയും നമുക്ക് 1 വേ പോലെ പോകേണ്ടി വരും. അങ്ങനെ ഒരുപാട് ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടത്തി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പോകുന്നത്. എനിക്കെന്തായാലും ഇവരുടെ ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം സ്വന്തമായിട്ടൊരു വണ്ടിയിൽ വരുന്നൊരു ഫീല് തന്നെയാണ് നമുക്ക്. കാരണം ഒരു ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറുന്നു, ഒറ്റ സമയം ടിക്കറ്റ് എടുക്കുന്നു, ഒറ്റ തവണ ടിക്കറ്റ് എടുക്കുന്നു, നേരെ വന്നിറങ്ങുന്നു, ഇങ്ങനെ ഇറങ്ങി കയറി പോകുന്നു. അപ്പോൾ നേരെ ജബാലിയിലേക്ക് നമുക്ക് പോവാം. ജബാലി കുറച്ച് തേര് കയറ്റമൊക്കെ ആയിട്ട് ഉള്ളൊരു പ്ലേസാണ്. കാരണം ബസ് വെളിയിൽ കൊണ്ടിറക്കിയിട്ട് കുറച്ച് നടന്നുകൊണ്ടിരിക്കുവാണ്. ഐതിഹ്യം എന്താണ്, ഹനുമാനുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ളത് എന്താണ് ഒന്നും അറിയില്ല. നമുക്ക് നോക്കാം എന്താണെന്ന്. നമുക്ക് പോകെ നോക്കാം. ഈശ്വര, കുരങ്ങൊക്കെ ഒരുപാടുണ്ട്. ഒരു കുട്ടിക്കുരങ്ങ്, ഒരു അമ്മക്കുരങ്ങൊക്കെ ഇരിപ്പുണ്ട്. അമ്മയാണോ അച്ഛനാണെന്നറിയില്ല, ബട്ട് എവിടെ ഇരിപ്പുണ്ട്. ഇതാണ് ജബാലി ഹനുമാൻ സ്വാമി ക്ഷേത്രം. ഹാരതി 5 രൂപ, അർച്ചന 10 രൂപ, അക്കുപൂജ 15 രൂപ, അഭിഷേകം അന്നദാനം 1100 രൂപ. അത് അന്നദാനം ആയിരിക്കത്തില്ല, അഭിഷേകത്തിനായിരിക്കും 15 രൂപ. ഓക്കെ, എത്ര സ്റ്റെപ്പ് ഉണ്ടെന്നൊന്നും അറിയില്ല, ബട്ട് കവർ ചെയ്യാം. നിവാണ്ടനാണ് മലയുടെ മുകളിൽ കയറിയിരിക്കുന്നത്. ഇവിടെ ഫുള്ള് കല്ലിങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. 2 സൈഡും ഫുള്ള് കല്ലാണ് അടുക്കി വെച്ചേക്കുന്നത്.
ഇത് നടക്കാൻ കുറച്ച് സ്റ്റെപ്പ് ഉണ്ടെന്ന് തോന്നുന്നു, കാരണം ഓൾറെഡി ഒരു 50 to 100 സ്റ്റെപ്പ് നടന്നിട്ടുണ്ട്. ബട്ട് ഇപ്പോഴും ടോപ്പ് കണ്ടിട്ടില്ല. അപ്പോൾ കുറച്ച് ദൂരം പോകാനുണ്ടെന്ന് തോന്നുന്നു. ഈ കല്ലിങ്ങനെ അടുക്കി വയ്ക്കുന്നത് എനിക്ക് തോന്നുന്നു ചില അമ്പലങ്ങളിലൊക്കെ വീടൊക്കെ പെട്ടെന്ന് വയ്ക്കാൻ ഇങ്ങനെ കല്ലടുക്കി വെച്ചാൽ ഹെൽപ്പ് ചെയ്യും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതൊക്കെ ഓരോ വിശ്വാസമാണ്, എനിക്കറിയില്ല ഒന്നും. നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളിങ്ങനെ ഏതെങ്കിലും അമ്പലത്തിൽ കല്ലിങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ടോ? అంటే ఆయన ఉంటాడు కదా. ഇതിപ്പോൾ നടന്ന് മലയുടെ ടോപ്പ് എത്തി ചെയ്യുന്നില്ല. അറിയില്ല. చల్లగా మజ్జిగ అండి, మజ్జిగ, అల్లం మజ్జిగ, మసాలా మజ్జిగ. ఇప్పుడు വലിയൊരു കയറ്റം കഴിഞ്ഞിട്ട് ഇപ്പോൾ അതാ വലിയൊരു ഇറക്കത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി ഇതേ ഇറക്കം തിരിച്ച് കയറണമെന്ന് ആലോചിക്കുമ്പോഴാണ് നല്ല രസം തോന്നുന്നത്. അപ്പോൾ നടക്കാൻ വയ്യാത്ത ആൾക്കാർ ജബാലിയിലേക്ക് വരുമ്പോൾ സൂക്ഷിച്ച് വരിക. കാരണം ഇതുവരെ പോയാൽ ഇതാണ് ഏറ്റവും ലോങ്ങസ്റ്റ് റൂട്ട്. എത്തിയെന്ന് തോന്നുന്നു, കാരണം ഒരുപാട് ആൾക്കാരുടെ ഒരു കൂട്ടം അവിടെ കാണാൻ പറ്റുന്നുണ്ട്. കുരങ്ങുകളൊക്കെ ഇരിക്കുന്നുണ്ട്. എത്തിയില്ല. നല്ല രസമുണ്ട് വഴിയൊക്കെ കാണാനായിട്ട്. ഓ, കുരങ്ങ് നിന്ന് വെള്ളത്തിന് കിടന്ന് പിടികൂടുന്നു. ആൾക്കാരുടെ കൂട്ടം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എത്താറായെന്ന്. പക്ഷേ ഒന്നും ആയിട്ടില്ല. ഇനിയുണ്ട്. നമുക്ക് ജബാലിയിലേക്ക് പോവുകയാണ്. അങ്ങനെ ഏതോ വെള്ളത്തിൻ്റെ ഒരു വെള്ളച്ചാട്ടം, വെള്ളത്തിൻ്റെ ഒരു ഉറവയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്, സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇത് കിളി കരയുന്ന സൗണ്ടല്ല, ഇത് മനുഷ്യരെ ഉണ്ടാക്കുന്ന സൗണ്ടാണ്. ഇവിടെ ഒരു ചെറിയൊരു ഒരു കളിപ്പാട്ടം പോലത്തെ ഒരു സംഭവം ഇവരുടെ കയ്യിലുണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ അല്ലെങ്കിൽ ഊതിക്കഴിഞ്ഞാൽ ഈ ഒരു സൗണ്ട് കിളി കരയുന്ന പോലെ കേൾക്കാം.
ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു വെള്ളത്തിൻ്റെ ഒരു സൗണ്ട്. അതായത് ഒരു വെള്ളച്ചാട്ടം പോലെ നമുക്ക് മലയുടെ മുകളിൽ കാണാൻ പറ്റും. കൊള്ളാം. എനിക്ക് തോന്നുന്നു പണ്ട് ഇതുവഴിയൊക്കെ റൂട്ട് ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. കാരണം എന്താ വെള്ളം കയറി ഇതൊക്കെ ഇടിഞ്ഞു കിടക്കുന്നുണ്ട് മൊത്തത്തിൽ. മഴയൊക്കെ പെയ്ത സമയത്ത് വെള്ളം നല്ല ഹൈ ഫോഴ്സായിട്ട് വന്ന് ഈ ഒരു ബാരിയറൊക്കെ തകർത്ത് പോയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഒരൊഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഇത്രയേ ഉള്ളൂ റൂട്ട്. ഇതെനിക്ക് തോന്നുന്നു പഴയ റൂട്ടായിരിക്കും പണ്ട് കാലത്തെ. ഈ റൂട്ട് അവിടെ വെള്ളം കയറിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇവർ എനിക്ക് ഈ സ്റ്റെപ്പ് ഇപ്പോൾ ബിൽഡ് ചെയ്തതെന്ന് തോന്നുന്നു. ഇത് പണ്ട് കാലത്തുള്ള റൂട്ടല്ലല്ലോ ഇപ്പോൾ ഉള്ള റൂട്ട്. ഇപ്പോൾ ഇനിയുണ്ട്, ഇതിങ്ങനെ കയറി കയറി പൊക്കോണ്ടിരിക്കുവാണ്. വേ ടു ജബാലി. കുറേ ദൂരം ഇങ്ങനെ തന്നെ പോകണമെന്ന് തോന്നുന്നു. ഇപ്പോഴൊന്നും എത്തുമെന്ന് എനിക്ക് തോന്നണില്ല. വേ ടു ജബാലി. അപ്പോൾ കടകളൊക്കെ കണ്ടു തുടങ്ങി. അപ്പോൾ എനിക്ക് തോന്നുന്നു എത്താറായെന്നൊരു ഊഹം. അവിടെ കൊടിയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ എത്താറായെന്ന് തോന്നുന്നു. മറ്റേ ഹനുമാൻ്റെ ഒരു ഓറഞ്ച് കളർ, ഹനുമാൻ്റെ കൊടിയല്ല, ഓറഞ്ച് കളർ കൊടി ഈ പറയുന്ന അമ്പലത്തിനടുത്താണല്ലോ ഒരുപാട് വയ്ക്കുന്നത്. എത്തിയെന്ന് തോന്നുന്നു. അങ്ങനെ ഒടുവിൽ ജബാലിയെ അടുത്ത് കാണാൻ പറ്റി. നമ്മൾ ജബാലിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു. മലയണ്ണാനൊക്കെ ഇതാ വന്നിട്ടുണ്ട്. ഇവിടെ ഉണ്ട് മലയണ്ണാൻ. അപ്പോൾ അതിനെക്കുറിച്ച് കുട്ടികൾ കളിപ്പിക്കുന്നുണ്ട്. അതിന് താഴെ ഇറങ്ങി വന്നു. കുട്ടികൾ മലയണ്ണാൻ ഇലയൊക്കെ കൊടുക്കുന്നു. ഇതെന്ത് കോഴിയാണെന്നൊന്നും എനിക്കറിയില്ല. കാട്ടുകോഴി വല്ലതും ആണെന്ന് തോന്നുന്നു. എവിടെയും കല്ല് അടുക്കി വെച്ചിട്ടുണ്ട്. യെസ്, ഫൈനലി കണ്ടു കഴിഞ്ഞു. അങ്ങനെ ജബാലി എൻ്റെ നേത്രങ്ങളായി ഞാൻ കണ്ടു കഴിഞ്ഞു. ഒരുപാട് ദൂരം നടന്നിട്ട്. ഇവിടെയൊക്കെ വെള്ളം വന്നിറങ്ങി നിൽപ്പുണ്ട്. എന്തൊക്കെയോ എഴുതി വച്ചിട്ടുണ്ട് കന്നഡയിൽ. അതിന് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് വെച്ച് ട്രാൻസ്ലേറ്റ് ചെയ്യണം, എന്നാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. ഇവിടെ തെലുങ്ക്, കന്നഡ, തമിഴ് ഇതൊക്കെ തന്നെയാണ് മെയിനായിട്ട് എഴുതി വെച്ചിട്ടുള്ളത്. പക്ഷെ വെള്ളവും ഈ ഒരു അന്തരീക്ഷവും ഈ ഒരു ക്ലൈമറ്റും എല്ലാം നല്ല രസമുണ്ട്. ഇതുവഴി വേണമെങ്കിൽ പോവാം. ബട്ട് ഇതാണ് ജബാലി. വലിയ കുളമുണ്ട്. ഇതാണെന്ന് തോന്നുന്നു ക്ഷേത്രക്കുളം. വലിയൊരു കുളമാണിത്. ഇപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഒരു വലിപ്പം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വലിയൊരു ക്ഷേത്രക്കുളമാണിത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ക്ഷേത്രക്കുളവും ക്ഷേത്രമാണ്. ക്ഷേത്രം എന്തോ അതാണ് ജബാലി. ഇവിടെ നമ്മൾ വെറ്റിലയും അടക്കയും വിളക്കും ഒക്കെ കണ്ടിട്ടുണ്ട്. എല്ലായിടത്തും ഇവിടെ സെയിം നെയ്യിൽ തിരി കത്തിച്ച് വയ്ക്കുന്ന വിളക്കാണ് ഇവിടെ മെയിനായിട്ട് കാണുന്നത്. വെറ്റില. ഇതാണ് ജബാലി. ഇതിനകത്തോട്ട് ഫോട്ടോ ഒന്നും അലോഡല്ല. അകത്തോട്ടൊന്നും നമ്മൾ എടുക്കുന്നില്ല. ബട്ട് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് വയ്ക്കുന്നൊരു ഹനുമാൻ സ്വാമി മന്ദിരമാണ്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഈ ഒരു മന്ദിരം നിൽക്കുന്നുണ്ട്. സോ അവിടെ എന്തോ ആചാരമൊക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ എന്താണെന്നൊന്നും എനിക്കറിയില്ല. അറിയാമെങ്കിൽ ഞാൻ പറയാം. ഹനുമാൻ്റെ സ്വയംഭൂ ലിംഗമാണ് ഈ ഒരു ജബാലി എന്ന് പറയുന്ന ഈ ഒരു പ്ലേസിലിരിക്കുന്നത്. ഇവിടെ ജബാലി എന്ന് പറയുന്നൊരു മഹർഷി തപസ് ചെയ്തത് കൊണ്ടാണ്
ഈ ഒരു സ്ഥലത്ത് ഹനുമാൻ സ്വയംഭൂ ലിംഗമായിട്ട് പ്രത്യക്ഷപ്പെട്ടത്. ഈ ഒരു സ്ഥലത്തിന് ജബാലി എന്ന പേരും വന്നത്. പിന്നെ ഒരുപാട് ഐതിഹ്യങ്ങൾ ഇവിടെ ഉണ്ട്. അതായത് ഹനുമാനും ഹനുമാൻ്റെ അമ്മയും തപസ് ചെയ്തു. അതുകൊണ്ട് ആണ് നമ്മൾ ആകാശഗംഗ പോയില്ലേ, ആകാശഗംഗയിൽ ഹനുമാൻ്റെ അമ്മ അഞ്ജനാദേവിയും ബാലഹനുമാനും കൂടെ ചേർന്നാണ് അവിടെ ഇരിക്കുന്നത് ആ ഒരു സ്പോട്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ്, അതായത് ഈ പറഞ്ഞ അയോധ്യാകാന്ഡത്തിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ശ്രീരാമൻ കുളിച്ച ഒരു കുളമുണ്ട്, അതാണ് രാമകുണ്ടം. സീതാദേവി കുളിച്ചൊരു കുളം എന്ന് പറയുന്നത് സീതാകുണ്ടം, അതും പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഇത് ധ്രുവ എന്ന് പറയുന്നൊരു ഭക്തൻ ഇവിടെ വന്നിട്ട് തപസ് ചെയ്തു. ആ ധ്രുവ എന്ന് പറയുന്ന ഭക്തന് ഹനുമാൻ്റെ ദർശനം ഉണ്ടായി. ആ ദർശനം വന്നതിന് ശേഷം ധ്രുവതാര എന്നാണ് ആ ഒരു സമയത്ത് സ്കൈയിലുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഈ ധ്രുവധാര എന്ന് പറയുന്നത് ഒരു ഹോളി സ്ട്രീമാണ്. അതായത് മെഡിക്കൽ വാല്യൂസ് എല്ലാം കാണുന്ന ഒരു ഹോളി സ്ട്രീമാണ്. അതിവിടെ ധ്രുവ തീർത്ഥം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ആ ഒരു ഹോളി തീർത്ഥം യൂസ് ചെയ്താണ് ഈ ഒരു ശ്രീ അഞ്ജനസ്വാമി വാരി ടെമ്പിളിൽ ജബാലിയിൽ റിച്വൽസും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അങ്ങനെ ഒരുപാടുണ്ട് ഇവിടെ പറയാനായിട്ട്. ഇനി ഇതിൻ്റെ മുകളിൽ എന്തൊക്കെയോ റിച്വൽസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ എന്താണെന്നൊന്നും അറിയില്ല. അതൊക്കെ ഫോട്ടോ എടുക്കാമോ വീഡിയോ എടുക്കാമോ ഒന്നും അറിയില്ല. కొట్టవాడ వెంకటరమణ గోవింద గోవింద అన్నదాన ప్రతి ആ ചുമപ്പ് കാണുന്ന അവിടെയാണ്, അതായത് അതിൻ്റെ മുകളിലാണ് സീതാകുണ്ടം അല്ലെങ്കിൽ സീതാതീർത്ഥം എന്നൊക്കെ പറയുന്നത്. അതായത് സീതാദേവി കുളിച്ച സ്ഥലമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകാനായിട്ട് പാമ്പ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു ഇവിടുന്ന്. അപ്പോൾ ഇവർ അതുകൊണ്ടാണ് ഈ കമ്പി വലയൊക്കെ കെട്ടി ഫുള്ള് മറച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല, കാരണം ഇനി വല്ല പാമ്പിൻ്റെയൊക്കെ കടിയോടുന്നേക്കാളും നല്ലതല്ലേ ഇവിടെ നിന്ന് നമുക്ക് പ്രാർത്ഥിച്ചിട്ട് പോവാം. അപ്പോൾ നല്ലൊരു ഫീലാണ് ഈ ഒരു അമ്പലം. ഈ കുളമാണ് രാമൻ കുണ്ടം അല്ലെങ്കിൽ രാംകുണ്ടം എന്നറിയപ്പെടുന്നത്. അതായത് രാമൻ കുളിച്ചു എന്ന് കരുതപ്പെടുന്ന ഒരു കുണ്ടമാണിത്. സീതാദേവി കുളിച്ചു എന്ന് കരുതപ്പെടുന്നത് ഈ ഒരു അമ്പലത്തിൻ്റെ ബാക്ക് സൈഡ് ഞാൻ കാണിച്ച ആ ഒരു പ്ലേസിലാണ്. ഒരുപാട് കാര്യങ്ങളുള്ള ഒരു അമ്പലം. അതുമാത്രമല്ലാതെ ഈ ഒരു അമ്പലം സെപ്പറേറ്റ് ദേവസ്വമാണ്. ഇത് തിരുപ്പതി ദേവസ്വത്തിൻ്റെ അണ്ടറിലല്ല വരുന്നത്. ഇവർ സെപ്പറേറ്റ് ഒരു നമ്മുടെ അടുത്ത ട്രസ്റ്റൊക്കെ പോലെ ഇവർ സെപ്പറേറ്റ് സ്വന്തമായിട്ട് നടത്തുന്നതാണ്. അതുകൊണ്ട് ഈ ഒരു അമ്പലത്തിൽ കയറാനായിട്ട് നമ്മൾ 5 രൂപയുടെ ടിക്കറ്റ് എടുക്കണം. അത് ഈ ക്യൂ നിൽക്കുന്നത് അമ്പലം അടച്ചതുകൊണ്ടാണ്. ഇനിയിപ്പോൾ തുറക്കും. നമുക്ക് ഭാഗ്യത്തിന് അന്നദാനവും കാര്യങ്ങളൊക്കെ കിട്ടിയായിരുന്നു. ഇന്ന് വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്ന ഒരു പൂജ, അതായത് അക്ഷയ നവമി എന്ന് പറയുന്ന ഒരു പൂജ ഇന്ന് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പൂജയാണ് തുടക്കത്തിൽ നമ്മൾ അതിനകത്ത് കണ്ടത്. ഹോമമൊക്കെ കത്തിച്ച് അപ്പോൾ ആ ഒരു പൂജയ്ക്കൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയത്, അല്ലെങ്കിൽ ആ ഒരു പൂജയ്ക്കൊക്കെ
പങ്കെടുക്കാൻ പറ്റിയത് തന്നെ വലിയൊരു അനുഗ്രഹമായിട്ട് കരുതുന്നു. അന്നദാനമൊന്നും കിട്ടുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. അന്നദാനം കിട്ടി, പൂജയിൽ പങ്കെടുക്കാൻ പറ്റി. ആ പൂജയിൽ തന്നൊരു പ്രസാദം എന്ന് പറയുന്നത് ചപ്പാത്തി അല്ലെങ്കിൽ പൂരിയും പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ഹനുമാന് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള അരിയുണ്ട പൊടിയില്ലേ, അരിയുണ്ടയുടെ പൊടി, അത് നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ അതും കിട്ടി. അത് കിട്ടിയപ്പോൾ തന്നെ മനസ്സ് നിറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ പൂരിയും കറിയും പിന്നെ കുറച്ച് ചോറും രസവും ഇതായിരുന്നു ഇവിടുത്തെ അന്നദാനം. അതിന് ശേഷം പോറ്റി എല്ലാവർക്കും കൈനീട്ടം കൊടുക്കുന്നുണ്ടായിരുന്നു. 20 രൂപ വെച്ച് അന്നദാനം കഴിച്ച എല്ലാവർക്കും. അത് വളരെ റെയറായിട്ടാണ് ഇങ്ങോട്ട് കൈനീട്ടം കിട്ടുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് വന്നിട്ട് 5 രൂപയാണ് ഈ ഒരു ടിക്കറ്റ് നിരക്ക് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് കയറാനായിട്ട്. ഇപ്പോൾ നട അടച്ചിട്ട് നട തുറക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ എല്ലാം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇനി തിരിച്ചിനി നെക്സ്റ്റ് അടുത്ത പ്ലേസിലും കൂടെ പോവുകയാണ്. അപ്പോൾ ഇനി തിരിച്ച് നടക്കാനുണ്ട് കുറച്ച് ദൂരം. ഇപ്പം സമയം നോക്കുവാണെങ്കിൽ ഇപ്പോൾ 3:04 സമയം. കറക്റ്റ് 3:04 ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി വേണുഗോപാൽ സ്വാമി മന്ദിരമുണ്ട്, അവിടെയും കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഇനി തിരുമലയിലോട്ട് പോവാം. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്.